ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരുടെങ്കിലും ഈ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയണോ? ഇല്ല, പലതും മുട്ടിയില്ല. ശരിക്കും ചെയ്യുന്ന സമയത്ത് ഈ എല്ലുകൾ തമ്മിൽ നമ്മുടെ ഈ തോളലുണ്ടല്ലോ, തോളലല്ല എന്താ പറയാ, ഈ ചട്ട അത് തമ്മിൽ കൂട്ടിങ്ങനെ മുട്ടുന്നു. ഞാൻ കാണിച്ചു തന്നതാ കണ്ടോ? മുട്ടണം. ഇനി അടുത്ത എക്സസൈസ് അഞ്ചാമത്തെ ഫീറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്തിനുള്ളതാണ്? ലെഗ ട്രങ്കിനുള്ളത്. അഞ്ചാമത്തെ എക്സസൈസ് ഇവിടുന്ന് പൊസിഷൻ പറഞ്ഞാൽ ഫിഫ്ത്ത് എക്സസൈസ് പൊസിഷൻ റെഡി പറഞ്ഞാല് ഈ പൊസിഷനിൽ വരും. എന്നിട്ട് എന്താ ചെയ്യാ? ആദ്യത്തെ കമാൻഡ് ബാക്ക് അപ്പ് കേട്ടോ. ബാക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചുതരാം, നോക്കിക്കോളാം. ബാക്ക് അപ്പ് ബെൻഡ്, ബാക്ക് അപ്പ്, ബാക്ക് അപ്പ് ബെൻഡ്. ഇതാണ് പ്രവൃത്തി. ബാക്ക് അപ്പ്, സൈഡ് അപ്പ്, ബാക്ക് അപ്പ്, ബെൻഡ്, സൈഡ് അപ്പ്. ഇതാണ് എക്സസൈസ് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാല് എക്സസൈസ് പ്ലസ് ബിഗിൻ പറഞ്ഞാല് നേരെ കൈ മാക്സിമം പുറകിലേക്ക് കൊണ്ടുപോവുക. കുനിയാൻ പറ്റുന്ന അത്രയും കുനിയ കേട്ടോ. എന്നിട്ട് നിവരാ. നിവർന്നു കഴിഞ്ഞാൽ ചെസ്റ്റ് അപ്പ് ആയിരിക്കണം, സ്റ്റഡിയായിട്ട് നിൽക്കണം. പിന്നെ അടുത്ത ബെൻഡ് പറഞ്ഞാൽ നേരത്തെ ചാടിയിട്ടാണ് നിങ്ങൾ ബെൻഡ് വന്നത്. ഇത് ചാടണ്ട, കുറച്ചുകൂടി എളുപ്പ. നേരെ ഇവിടുന്ന് ബെൻഡ് കേട്ടോ. വെക്കുക. ഇത് ഒരു പാസ്റ്റ് ടൈം, ഒരു 2-3 ടൈം അവിടെ നിന്നതിന് ശേഷം പൊങ്ങുക. ഇവിടുന്ന് ഇതാണ് എക്സസൈസ് കേട്ടോ. R-repeat-6. Number 5 exercise. Position ready. Feet close, feet close. Exercise back up ata. Exercise last three. Back up. Back up. Up nana punna. ഡാ സംസാരിക്കല്ലേ, ഇറങ്ങി നമ്മൾ താഴത്ത് ഇറങ്ങുന്ന. ഞാന് വയറുണ്ടായാലും നിങ്ങൾക്ക് കുഞ്ഞിനേരം കൂടുതൽ ഞാൻ കുഞ്ഞി കാണിച്ചത്. അടുത്തത് ബെൻഡ് കേട്ടോ. ബെൻഡ് അവിടുന്ന് സ്ലോച്ച് പൊസിഷനില്ലേ, ആ ബെൻഡിന്മേല് ബാലൻസ് ചെയ്യണ്ട. നടത്തിച്ചിട്ട് പാമ്പ് പുറകോട്ട്. അടുത്തത് സൈഡ് വരുമ്പോ മാക്സിമം സൈഡിൽ കൈ തൊട്ടാ. ഈ കൈയൊക്കെ കുറച്ച് നമ്മൾ പോരാകുമ്പോഴേക്ക് മുട്ടും കൈ തൊടണം കേട്ടോ. സൈഡ് 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 സൈഡിലേക്ക് വരട്ടെ. നിങ്ങളെ കൈയിന്റെ സൈഡിലേക്ക്, കാലിന്റെ സൈഡിലേക്ക് വരട്ടെ. കൈയല്ലോ സൈഡ്. അപ്പൊ പറയുന്ന ശ്രദ്ധിക്കുക. സൈഡ് സൈഡ് എത്ര പേര് നടന്നോടും അതില്? ഇതാ നോക്കിയാ അല്ല പൊങ്ങി പോയി എന്ന് അറിയരുത്. അവിടെ തൊടാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടടക്കണം. ഞാൻ നല്ല ഷൂവിന്റെ ടോപ്പ് എടുക്കുന്ന പറഞ്ഞാൽ അതില് അങ്ങനെ പിടിച്ചാണ് നിൽക്കാൻ കഴിയും. അടുത്ത് ബാക്ക് ബാക്ക് ചെയ്തോളൂ. ബാക്ക് കൈ ബാക്കിലേക്ക് പോട്ടെ. കൈയിന്റെ റിസ്റ്റ് ഒന്ന് മടക്കണ്ട.